ഇത് ശരിക്കും ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ ഇല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് വൈഭവം കാണിക്കാനുള്ളതും ഒന്നുമല്ല. ഞാൻ അത്ര വലിയൊരു ഷെഫും അല്ല. പക്ഷെ എങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് അവർ ആസ്വദിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു മനസ്സുഖമുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. രേഷ്മയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അപ്പച്ചയമ്മയൊക്കെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് വീട്ടിൽ അമ്മയോട് പറഞ്ഞത് അന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ വെക്കാമെന്ന്. അങ്ങനെ ആള് കൂടുതലുള്ളപ്പോൾ നമുക്ക് ശരിക്കും ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ബിരിയാണി തന്നെയാണ്. ഞാൻ കുക്ക് ചെയ്യാൻ അടുക്കളയിൽ കയറുമ്പോൾ പറയുന്ന ആകെ ഒരേ ഒരു കണ്ടീഷൻ, ഇതിന്റെ ഇടയ്ക്ക് ശല്യം ചെയ്യാൻ വേറെ ആരും വരരുത്. എനിക്ക് അരിയുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ചെയ്യണം. അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്ന പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം വൃത്തിക്കും ഭംഗിക്കും അരിഞ്ഞ് ആദ്യമേ മാറ്റി വെച്ചു. പിന്നെ അതിനുശേഷം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരുന്ന ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് ആവശ്യമായ പൊടികളും ചേർത്ത് പിന്നെ അരിഞ്ഞ് മുന്നേ മാറ്റി വെച്ചിരുന്ന സബോളയും ക്യാപ്സിക്കവും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പുളിയില്ലാത്ത കട്ട തൈരും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നേരെ അടുപ്പത്തേക്ക് വെച്ചു. ഒരു 4 വിസിലാകുമ്പോൾ തന്നെയും നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡിയാവും. ബിരിയാണി വെക്കാൻ ഞാൻ എപ്പോഴും എടുക്കുന്നത് ബസ്മതി റൈസ് ആണ്. അതാകുമ്പം കുക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. വലിയ റിസ്ക് ഒന്നുമില്ല. ഒരു വിസിലിൽ തന്നെ കറക്റ്റ് വേവിൽ നമുക്ക് ചോറ് കിട്ടും. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരിയിലേക്ക് ആവശ്യത്തിനുള്ള മസാലയും നാരങ്ങ നീരും കുറച്ച് നെയ്യും ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടുപ്പത്തേക്ക് വെക്കാം. നോർമലി ഞാൻ കുക്കറിലാണ് വെക്കാറ്, പക്ഷെ ഇന്ന് ആളധികം ഉള്ളത് കൊണ്ട് ഞാൻ കലത്തിലാണ് വെച്ചത്. സോ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള വെള്ളം എന്നാണ് കണക്ക്. അങ്ങനെ മുന്നേ റെഡിയാക്കിയ മസാലയും നമ്മൾ വേവിച്ചെടുത്ത അരിയും കൂടെ ലെയറിലായിട്ടിട്ട് നമ്മൾ ദമ്മിടാനായിട്ട് വെച്ചു. ദമ്മിന്റെ മുകളിൽ എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത ഉള്ളിയും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് ഒരു ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് നേരം ദമ്മിട്ട് വെച്ചു. അതെല്ലാം കഴിഞ്ഞ് ദമ്മ് പൊട്ടിച്ച് എല്ലാവർക്കും വിളമ്പി കൊടുത്തു. എല്ലാവരും നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എങ്കിലും ചെറിയൊരു ഉപ്പിന്റെ പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.